ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് റോഡുകളെക്കുറിച്ചും കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചുമാണ് കേട്ടോ. അത് അത്രയും നല്ല സ്പോട്ടും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറയാനായിട്ടുള്ള കാരണം. അപ്പം ഞാനിങ്ങനെ യാത്ര മുമ്പോട്ട് തുടരുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഇപ്പോൾ കാണുന്ന വിഷ്വൽസും കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റോഡ് സൈഡിലാണെങ്കിൽ ഫുള്ള് മരങ്ങളും പാറകളും ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പക്ഷെ അത് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോവുകയാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് തേയിലയാൽ കുളിച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് കൂടുതലും തേയിലത്തോട്ടമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. തേയില തന്നെയാണ് ഒരു ജീവിതമാർഗം എന്നതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഫുൾ തേയിലയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ തേയില മാത്രമല്ല, ഇവിടെ വേറെ ഒത്തിരി ഇതുണ്ട് കേട്ടോ. അതായത് കൂടുതൽ പഴവർഗ്ഗങ്ങളും അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതും വെറൈറ്റിയാണ്. നമ്മൾ പലതും കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്തിട്ടുള്ള ടൈപ്പുള്ള പഴവർഗ്ഗങ്ങളാണ് കേട്ടോ. അതും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. അത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. അതേപോലെ ടേസ്റ്റുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ. ഗൈസ്, ഇത് മൂന്നാറിലെ റോഡുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഈ മൂന്നാറിന് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. മൂന്നാറിനും ഈ റോഡുകൾക്കും എല്ലാം ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ പോകുന്നത് വട്ടവട ആ സ്ഥലത്തോട്ടാണ് കേട്ടോ. വട്ടവട പോകുന്ന വഴിക്ക് കുറച്ച് ഗ്രാമങ്ങളും കുറച്ച് പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഞാൻ ഇറങ്ങി അവിടുത്തെ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ആ ചരിത്രം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യമൊക്കെ എല്ലാം തന്നെ ഞാൻ പറയാം കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും തുടക്കം ബ്രിട്ടീഷുകാരിൽ നിന്ന് തന്നെയാണല്ലോ. ഏകദേശം ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തൊക്കെയാണ് കേട്ടോ ബ്രിട്ടീഷ് ആണെങ്കിൽ ഈ തേയിലത്തോട്ടമൊക്കെ അവിടെ ആരംഭിക്കുന്നത്. ചായ, കാപ്പി, ഏലം തുടങ്ങിയ കൃഷിയെല്ലാം ആണെങ്കിൽ ഇവരാണെങ്കിൽ മുൻപോട്ട് കൊണ്ടുവന്നതും അങ്ങനത്തെ ഇതെല്ലാം കേട്ടോ. ഇനി അന്നത്തെ കാലഘട്ടത്താണ് നമുക്കറിയില്ല. ഇപ്പോൾ ഉള്ള പോലെയാണെങ്കിൽ യന്ത്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അത്ര സൗകര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഫുള്ള് പൊട്ടിപ്പൊളഞ്ഞ റോഡും അങ്ങനെയൊക്കെയാണ്. കൂടുതലും ഇവിടെ വീടുകളും കടകളും മാത്രമൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ വഴികളായിട്ടോ അങ്ങനെയൊന്നുമില്ല. പോപ്പുലേഷൻ തീരെ കുറവായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനുമാണ് കൂടുതലും ഇങ്ങോട്ടാണെങ്കിൽ ടൂറിസം അങ്ങനത്തെ ഏരിയ ഒക്കെ ആയിട്ട് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതുമെല്ലാം. കൂടുതലും നമ്മുടെ തേയിലത്തോട്ടം തന്നെയാണ് ഇവിടെ മെയിനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആകർഷണമെല്ലാം. ഒരു കാര്യം നോക്കുവാണെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ആൾക്കാരെല്ലാം ഇതെല്ലാം ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുത്തതും ഇങ്ങനെയെല്ലാം ഒന്ന് ആക്കിയതെല്ലാം. എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമൊക്കെ ആയിട്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ വന്നത് തന്നെ. ഇത് ജസ്റ്റ് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്ന വ്യൂവും കാര്യങ്ങളുമാണ്. മൂന്നാർ എപ്പോഴും പിന്നെ നല്ല ക്ലൈമറ്റും എല്ലാമാണ്. അപ്പോൾ നല്ലൊരു ചെറിയ തണുപ്പും അങ്ങനെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൂടെയാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തോരം കണ്ടാലും തീരത്തില്ല കേട്ടോ. അതേപോലെ ഉണ്ട് കേട്ടോ കാണാനും അങ്ങനെ എല്ലാമായിട്ടുള്ളത്. അത്രയും നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ മൂന്നാർ എന്ന് പറയുന്നത്. ഫുള്ള് മറ്റേ ഈ പൈൻ മരം പോലത്തെ മരങ്ങളാണ് കേട്ടോ ഈ ചുറ്റുവട്ടത്ത് മൊത്തം കാണുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഈ മരങ്ങളും അങ്ങനെ നിറച്ചാണ്. അതും നല്ലൊരു ഫീല് തന്നെയാണ് കേട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടു ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് റോഡ് സൈഡെല്ലാം. അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങൾ കാണുന്നിടത്തെല്ലാം വണ്ടി നിർത്തി അവിടെ എല്ലാം നിർത്തി നല്ല എല്ലാം കണ്ട് നല്ല റിലാക്സ് ചെയ്ത് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകുന്നതിൻ്റെ ഒരു ഫീലെല്ലാം കിട്ടുകയുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഇതായതുകൊണ്ട് ഗൈസ്. അപ്പോൾ പൊക്കോണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അന്നേരം ഞങ്ങൾ വണ്ടി എടുത്തതാണ്. ഇതുകൊണ്ട് എന്തോരാന്നുണ്ടോ റോഡ് ഫുള്ളാണ് കേട്ടോ. ഇവർ ചുമ്മാ ഇത് വെള്ളം കിട്ടാൻ ഭക്ഷണത്തിന് വേണ്ടിയായിട്ടും കണ്ടിങ്ങനെ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് കുരങ്ങന്മാരാണ്. എല്ലാത്തിനും പേടിയാണ് കേട്ടോ. ഇച്ചിരി അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എല്ലാം ജീവനും കൊണ്ട് ഓടുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ആ കുരങ്ങന്മാരൊക്കെ റോഡ് ഫുള്ളായിരുന്നു കേട്ടോ. ആദ്യം സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം ഞങ്ങൾ ഉപദ്രവിക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ല. അതേപോലെയുണ്ട് പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെ ഫോട്ടോ നോക്കാം. ഇത് അതിൻ്റെ ഇരട്ടി ഉണ്ട് ഇതുണ്ട്. അതേപോലെ റോഡ് ഫുള്ളാണ്. ഒത്തിരി ആൾക്കാരിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളാണ്. പിന്നെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിച്ചും പതുക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം ഇവരെ ഇടിച്ചിടുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഇടിച്ചിടാതെ നമ്മൾ സേഫ്റ്റി ഉണ്ട്. അത് നോക്കി വേണം പോകാനായിട്ട് കേട്ടോ. അത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറ്റുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഫുഡോ വെള്ളമോ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കഴിക്കാനും തിന്നാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഇവർ കാട്ടിൽ ജീവിക്കുന്നുണ്ട്, ഇവർക്കൊന്നും തന്നെ ഇല്ലല്ലോ കഴിക്കാനും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അടുത്ത ഒരു അമ്മൻ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് പിന്നെ അടുത്തത് പോയത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇത് ഫുള്ളൊരു റിസോർട്ട് അങ്ങനത്തെ ഒരു ഏരിയ പോലെയാണ്. ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ഒരു റിസോർട്ടിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു പ്രദേശമാണ് കേട്ടോ. പക്ഷെ ഇവിടെയും നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് നല്ലൊരു വ്യൂ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം വീടുകളാണ്. ഇതേതെന്തോ റിസോർട്ടോ അങ്ങനെ എന്തോ കാര്യം പോലെയാണ് കേട്ടോ. റിസോർട്ടാണോ അതോ ഈ
ഈ തേയില ഫാക്ടറി അങ്ങനത്തെ എന്തെല്ലാമാണോന്ന് അറിയത്തില്ല. അകത്തോട്ട് നമുക്ക് അങ്ങനെ കയറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങനെ നടന്നു പോവുകയാണ് ആ റോഡ് വഴിയെല്ലാം അകത്തോടെ. നല്ലൊരു ഇത് തന്നെയുണ്ട് ഇവിടെ. ഇനി ഈ മൈതാനം പോലെ കിടക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ റിലാക്സ് ചെയ്യാനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഒരു ശകലം തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മതി, നമ്മുടെ മൈൻഡ് ഫുള്ള് ഫ്രീ ആവും. അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുന്ന ഒരു ഫീലില്ല, ആ ലെവലാണ് കേട്ടോ. അത്ര ഒരു നൈസായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നൊന്നുമല്ല, ഇനിയും പോകുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ചെറിയ സ്പോട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫുള്ള് തേയിലയാണ്, തേയിലയുടെ ഒരു മെയിൻ ഏരിയ തന്നെയാണ് കേട്ടോ നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാത്രം ഉണ്ട്. അപ്പം കണ്ടോ, ഈ കാണുന്ന എല്ലാം വീടാണ് കേട്ടോ. വീട്, ഫാക്ടറി അങ്ങനത്തെ എല്ലാമാണ്. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്, താമസക്കാർ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല, കാരണം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും പകുതി അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് നമ്മൾ അവരെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. പിന്നെ ഒത്തിരി പ്രൈവസി ഒക്കെ ഉണ്ടല്ലോ, അന്നേരം അങ്ങോട്ടൊന്നും കയറാത്ത പോലെയാണ് നമ്മൾ ഫുഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവസാനമായിട്ട് അങ്ങനെ വട്ടവടയാണ് പോകുന്നത്. അപ്പം വട്ടവടയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വട്ടവടയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് വട്ടവടയിൽ നിന്ന് ഇവിടുന്ന് ഇടുന്നൊരു വ്യൂ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ താഴോട്ടാണ് കേട്ടോ വട്ടവട എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്നതെല്ലാം നമ്മുടെ വട്ടവടയിലത്തെ വീടും അങ്ങനെയെല്ലാം ഉള്ളതാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ്. അത് തേയില, പിന്നെ പല പല കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. അതായത് പല പല ഐറ്റം ഉണ്ട്. അതായത് നെല്ലാണോ അങ്ങനെ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല, പല പല ഐറ്റംസ് ഉണ്ട്. ഇത് പക്ഷേ നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടുന്ന്. ഇത് ജസ്റ്റ് റോഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ വട്ടവട എന്നുള്ളത്. ഇത് ഇപ്പോൾ ശരിക്കുള്ള വ്യൂ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ വരുന്നത് കേട്ടോ. ഈ കാണുന്ന മൊത്തം കൃഷിയാണ്. അത് പല പല ടൈപ്പാണ് കേട്ടോ. അത് ചിലപ്പോൾ സ്ട്രോബെറി, മുന്തിരി അങ്ങനെ തൊട്ട് പല പല ഐറ്റംസ് ഒക്കെയാണ്. നല്ല അതും വെറൈറ്റി. ഇനി ഇവിടുത്തെ നല്ല വെറൈറ്റി ഫുഡ് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കൂടുതലും മറ്റേ ഈ പഴവർഗ്ഗങ്ങളാണ് മെയിനായിട്ട് ഉള്ളത് ഇവിടെ.